തിരഞ്ഞെടുത്തു. ദൈവപൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെല്ലാവരും യേശുവിനെ അറിഞ്ഞത് അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചത് യേശുവിനെ കുറിച്ചിട്ടുള്ള വാക്കുകൾ കേൾക്കുവാൻ നമ്മളിടയായി. യേശുവിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കേട്ടു. ഈ ഇൻഫർമേഷൻ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാനിടയായി. അത് കേട്ടപ്പോൾ എനിക്ക് കർത്താവിൽ വിശ്വാസം വന്നു. അതിൻ്റെ സ്വഭാവത്തെയും ജീവിതത്തെയും ഒക്കെ മാറ്റുവാനിടയായി. എന്നാൽ ഇതേപോലെ തന്നെയാണ് പലപ്പോഴും പിശാച് നമ്മളോട് പല കള്ളങ്ങളും പറയുമ്പോൾ അല്ലെങ്കിൽ പിശാചിൻ്റെ വാക്കുകളും നമ്മൾ കേൾക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുവാനിടയാകും. ഇത് പറയുമ്പം നമ്മളെല്ലാവരും ചിന്തിക്കും, നമ്മൾ ആരാണ് പിശാചിൻ്റെ വാക്ക് കേൾക്കുന്നത്? പിശാചിൻ്റെ വാക്ക് കേൾക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ദൈവജനം പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പിശാചിൻ്റെ കള്ളങ്ങൾ എന്നൊരു വിഷയമാണ്. കേൾക്കുമ്പോൾ പിശാച് നേരിട്ട് നമ്മളോട് ഒന്ന് കള്ളം പറയുന്ന പോലെയൊക്കെ തോന്നിയെന്ന് വരാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതിനെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഇന്ന് മാറുവാൻ, ആ മേഖലയിൽ വലിയൊരു വെളിച്ചം ഉണ്ടാകുവാൻ. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായം എടുക്കാം. 30, 31, 32 വാക്യങ്ങൾ വായിക്കാം. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് മക്കെദോനിയയിൽ പൗലോസ് പോയ സമയത്തുണ്ടായ ഒരു അത്ഭുതത്തെ തുടർന്ന് പൗലോസിനെ ജയിലിലാക്കിയതിനെ തുടർന്ന് ഒരു ജയിലിലായിരുന്ന പൗലോസ് ദൈവത്തെ ആരാധിക്കുകയും അവിടെ ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുകയും ചെയ്ത സമയത്ത് ജയിൽ അധികാരികളിൽ ചിലർ അതിനകത്ത് ശതാധിപൻ ഓടി വന്ന് തന്നോട് സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞ മറുപടിയാണ്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ റീസണോട് പൗലോസ് പ്രതികരിക്കുക. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അടുത്ത വാചകം പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. അടുത്ത വാചകം, പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവരാദ്യമായിട്ടാണ് കർത്താവിനെ കേൾക്കുന്നത്. അവരാദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൈവപ്രവൃത്തി കാണുന്നത്. ആ ദൈവപ്രവൃത്തി കണ്ട ഉടനെ അവരോട് ചോദിച്ചു, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എന്തായി സംഭവിക്കുന്നേ? ആശ്ചര്യത്തിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ പൗലോസ് പറഞ്ഞ വാചകം, കർത്താവിൽ വിശ്വസിക്കേ, കർത്താവ് യേശുവിൽ വിശ്വസിക്കേ. ഒരുപക്ഷെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതെന്താണെന്നോ എന്താണ് പൗലോസ് ഉദ്ദേശിച്ചതെന്നോ മനസ്സിലായി കാണുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന പോലെ അന്ന് ആ ജയിൽ അധികാരികൾക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തൊട്ട് വാചകം എഴുതിയിരിക്കുന്നത്, പിന്നെ അവർ കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞ മനസ്സിലാകാത്ത അവർക്ക് കർത്താവിന്റെ വചനം എന്ത് ചെയ്തു കൊടുത്തു? മനസ്സിലാക്കി കൊടുത്തു. മർക്കോസ് ശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു സുറേനക്കാരി സ്ത്രീ അല്ലെങ്കിൽ കനാനിക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കാണാം.
അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറയുന്നേക്കാൾ മുമ്പ് അവിടെ എഴുതിയിരിക്കുന്നത് അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു എന്നാണ്. രക്തസ്രാവക്കാരി സ്ത്രീ, അവള് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, സൗഖ്യമായി. അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൾ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. കേട്ട ഉടനെ അവൾക്ക് തോന്നി, ഞാൻ ആ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലില്ലെങ്കിലും തൊട്ടാൽ മതി, സൗഖ്യമാവും. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുകയും യേശു രക്ഷകനാണ് എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലായ ആളുകൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വിശ്വാസത്തിനും കാരണം. ആമേൻ, ആമേൻ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മകനാകാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നമ്മൾ എന്ത് ചെയ്തു? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. വളരെ സീരിയസ് ആയ ഒരു വേർഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എന്ത് കേട്ടു? യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിനെ കുറിച്ച് കേട്ടു. എല്ലാവരും പറ, യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് എന്ത് തന്നു? ആ സമയത്ത് വിശ്വാസം തന്നു. ഞാൻ യേശുവിനെ വിശ്വസിച്ചു. എല്ലാവരും പറഞ്ഞേ, യേശുവിനെ വിശ്വസിച്ചപ്പോൾ നടന്ന കാര്യം നിങ്ങൾക്കറിയാവോ? നമ്മൾക്ക് ഒത്തിരി വാക്യങ്ങൾ അറിയാം. 1 യോഹന്നാൻ 4:15 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് യേശു നമ്മുടെ ഉള്ളിലും നമ്മൾ യേശുവിൻ്റെ ഉള്ളിലും വസിക്കുവാൻ കാരണമായി. കുറച്ചും കൂടെ വ്യത്യാസമായി പറയാം. ആ വിശ്വസിച്ച സമയത്ത് നമ്മുടെ ഉള്ളിൽ ആര് വന്ന് വാസം ചെയ്തു? യേശു വാസം. ഇനി അടുത്ത വാചകം കൂടെ ശ്രദ്ധിച്ചു കേൾക്കൂ, എന്നിട്ട് ഞാൻ ആ മെസ്സേജിലേക്ക് വരുക. യേശു വന്ന് വാസം ചെയ്ത ദിവസം മുതൽ നമ്മുടെ ബിഹേവിയർ മാറി. അന്ന് മുതൽ നമ്മൾ പറഞ്ഞു, നമ്മൾ പുതിയ സൃഷ്ടിയായി. എൻ്റെ ക്യാരക്ടർ ചേഞ്ചായി. എനിക്ക് ദൈവമായിട്ടുള്ള ദൈവിക സ്വഭാവം എനിക്കുണ്ടായി. ഇതൊരു വലിയ പ്രോസസ്സാണ്. എങ്കിലും ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: ഞാൻ യേശുവിനെ കേട്ടു. ആ സമയത്ത് ഞാൻ യേശുവിനെ വിശ്വസിച്ചു. യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്തു. എൻ്റെ ബിഹേവിയർ മാറി എന്ന് പറഞ്ഞ എന്നോട് കൂടെ. ഞാൻ യേശുവിനെ കേട്ടു. കുറച്ച് നന്നായി പറഞ്ഞ എങ്ങനെ പറയാം? യേശുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ ഞാൻ കേട്ടു, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വചനം ഞാൻ കേട്ടു. ഞാനത് വിശ്വസിച്ചു. യേശു എൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്തു. എൻ്റെ ബിഹേവിയർ മാറി. ഞാൻ ആളെ മാറിപ്പോയി. Is it true or not? ഞാൻ തല്ലിപ്പിളിയായിരുന്നു. 13 വയസ്സിൽ കള്ളു കുടിക്കാൻ തുടങ്ങി, സീട്ട് വലിക്കാൻ തുടങ്ങി. അന്ന് മാരുവൻ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലുള്ള ഒരു പെമ്പിള്ളേരെയും ഞാൻ വെറുതെ വിട്ടില്ല. എല്ലാവരിനോട് എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ട്. തല്ലിപ്പിളിയായിട്ടാണ് ജീവിച്ചത്. പക്ഷെ യേശു വന്ന ദിവസം മുതൽ I got a change. യേശു എൻ്റെ ഉള്ളിൽ വരുവാനും എൻ്റെ ജീവിതം മാറുവാനും പ്രധാനമായ കാരണമായത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? അപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടു എന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരുന്നു എൻ്റെ അകത്ത് വരികയും വിശ്വാസം വരികയും യേശു എൻ്റെ ഉള്ളിൽ വരികയും എന്നെ മാറ്റുകയും ചെയ്തത്. എല്ലാവരും പറഞ്ഞേ, ഇൻഫർമേഷൻ. പറ, ഇൻഫർമേഷൻ. യേശുവിനെ കുറിച്ച് കേട്ടു. എല്ലാവരും പറ, യേശുവിനെ കുറിച്ച് കേട്ടു. അപ്പൊ കേൾവിയാണ് എന്നിലേക്ക് എന്ത് കൊണ്ടുവന്നത്? യേശുവിനെ കൊണ്ടുവന്നത്, വിശ്വാസത്തെ കൊണ്ടുവന്നത്. എല്ലാവരും പറ, യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ് എൻ്റെ അകത്ത് വിശ്വാസത്തെ കൊണ്ടുവന്നത്. ആ സമയം മുതൽ എൻ്റെ ഉള്ളിൽ ബിഹേവിയർ വ്യത്യാസം ഉണ്ടായി. പക്ഷെ സീരിയസ്ലി ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. യേശുവിനെ വിശ്വസിച്ചപ്പോൾ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ വിശ്വാസം ഉണ്ടായി. യേശുവിൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചു. എൻ്റെ ബിഹേവിയർ വ്യത്യാസം ഉണ്ടായതുപോലെ, എല്ലാവരും പറഞ്ഞേ, അതുപോലെ നമ്മുടെ ലൈഫിൽ പിശാച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതും നമ്മളെ വാസ്തവത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ കുറിച്ച് കേട്ടു, ഞാൻ വിശ്വസിച്ചു, എൻ്റെ ഉള്ളിൽ യേശു വസിച്ചു, എൻ്റെ ബിഹേവിയറിനെ സ്വാധീനിച്ചു. ദ സെയിം വേ ലോകത്തിൻ്റെ വാക്കുകൾ, പിശാചിൻ്റെ വാക്കുകൾ, ലോകത്തിൻ്റെ കള്ളങ്ങൾ
അത് ഞാൻ കേൾക്കുമ്പോഴും അതെന്നെ സ്വാധീനിക്കുകയും എൻ്റെ ബിഹേവിയറിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പക്ഷേ അത് നമ്മൾ സീരിയസ് ആയി കാണാറില്ല. ആത്മീയ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പറയാറുണ്ടെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും പിശാച് വ്യക്തികളിലൂടെ സ്വാധീനിച്ച് സംസാരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ബിഹേവിയർ ചേഞ്ചിനെ കുറിച്ച് സാധാരണഗതിയിൽ ആരും അത് ഇമ്പോർട്ടൻസ് ആയി പറയാറില്ല. എന്നാൽ നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളുടെ എല്ലാ ഉള്ളിലെ മാനസിക പിരിമുറുക്കത്തിൻ്റെ കാരണങ്ങളിലൊന്ന്, നിങ്ങളുടെ ലൈഫിൻ്റെ ചിന്താഗതിയെ വേദനയിലേക്ക് നടത്തിയതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മൂല കാരണമെന്ന് പറയുന്ന കാരണങ്ങളിലൊന്ന് ആരോ ഒരാൾ പറഞ്ഞു കേട്ടതോ ഏതൊരാൾ സംസാരിച്ചതോ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചതോ, നിങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങളെ മനസ്സിനെ സ്വാധീനിച്ചതോ ഒക്കെയാണ് നിങ്ങളുടെ ബിഹേവിയറിനെയും ലൈഫിനെയും മുഴുവൻ ഇന്ന് നിയന്ത്രിക്കുന്നത്. നല്ല ഹല്ലേലൂയ പറഞ്ഞു. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞു. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 33 വാക്യങ്ങൾ ഞാൻ വളരെ സിമ്പിളാക്കി പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. 1 വാക്യം മുതൽ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിശാച് ചോദിക്കുകയാണ്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ രൂപത്തിലായിരുന്നു അന്ന്. പാമ്പുകൾക്ക് കാലുകൾ ഉണ്ടായിരുന്നു, പാമ്പുകൾ നടക്കുമായിരുന്നു. ആ പാമ്പുകളിലൂടെ ആയിരുന്നു പാമ്പുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, സംസാരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയായിരുന്നു പഴയ അല്ലെങ്കിൽ ആദിമ കാലഘട്ടം. പാമ്പ് ആരോട് സംസാരിക്കുകയാണ്? ഹവ്വയോട് സംസാരിക്കുകയാണ്, ആദാമിനോട് സംസാരിക്കുകയാണ്, ഹവ്വയോട് സംസാരിക്കുകയാണ്. ചോദിക്കുക, വാസ്തവമായിട്ട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അടുത്ത വാക്ക്, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. സ്ത്രീകളല്ല ഇപ്പോഴും ഒരു വള്ളി കൂട്ടിയിടുന്ന സ്വഭാവമുണ്ട് അവർക്ക്. അവർ ടോക്കറ്റീവ് ആണ്. അതുകൊണ്ടാണ് കാരണം ദൈവം അവർക്ക് കൂടുതൽ ഏറ്റവും നല്ല ദാനം സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. തെറ്റൊന്നുമില്ല കേട്ടോ, ദൈവം കൊടുത്തിരിക്കുന്ന ദാനമാണ്. അവർ കൂടുതൽ സംസാരിക്കുന്നവരാണ്. അവരെൻ്റെ ഹവ്വയും കുറച്ച് കൂടുതൽ സംസാരിക്കുന്നയാളായിരുന്നു, നിങ്ങളെപ്പോലെ ആയിരുന്നു. കണ്ടോ, അവിടെ തിന്നരുതെന്ന് മാത്രമല്ല പറഞ്ഞ്, തൊടരുതെന്നും കൂടെ കയറ്റി പറഞ്ഞു, കുറച്ചും കൂടെ കയറ്റി പറഞ്ഞു. അടുത്ത വാക്ക്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം ആദാമിനോട് പറഞ്ഞിരുന്നത്, ഹവ്വയോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. എന്നാൽ വേറൊരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയ? ദൈവം അവനോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. പക്ഷേ വേറൊരാൾ വന്നിട്ട് പറയുവാണ്, ഇത് നിങ്ങൾ കഴിച്ചാൽ മരിക്കത്തില്ല. അടുത്ത വാചകം വായിച്ചേ. അന്ന് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയാൻ തുടങ്ങും, ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. സൂപ്പർ ഒരു കള്ളം പറഞ്ഞു അല്ലേ? ആമേൻ. സത്യമായിരുന്നു അവൻ പറഞ്ഞതല്ല, സത്യമായിരുന്നില്ല, കള്ളമായിരുന്നു പറഞ്ഞേ. ആ കള്ളം കേൾക്കുന്ന നിമിഷത്തിൽ, ആ കള്ളം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഹവ്വയിലുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? ഒന്ന്, അതുവരെ ഹവ്വ ആ മരത്തിലെ ഫലത്തെ നോക്കിയപ്പോൾ കണ്ടതുപോലെയല്ല പിന്നെ ഹവ്വ അതിനെ കണ്ടത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതെന്നും കാണാൻ ഭംഗിയുള്ളതെന്നും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുണ്ട്, ജ്ഞാനം കിട്ടാൻ അത് കാരണമാകുമെന്നും കാമ്യമെന്നും സ്ത്രീ കണ്ടെന്ന് ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? അതുവരെ ആദാമിന്റെയും ഹവ്വയുടെയും ലൈഫിലേക്ക് ഇല്ലാത്തത് ഒരാൾ വന്ന് പറയുവാണ്. പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ആ കള്ളം പറഞ്ഞപ്പോൾ സ്വാധീനിച്ചു കണ്ടോ? ആ കള്ളം കേട്ടിട്ട് ആ പഴത്തെ നോക്കിയപ്പോ അന്ന് വരെ കണ്ടതുപോലെയല്ല മനസ്സിൽ തോന്നുന്നത്. ഇത് ജ്ഞാനം കിട്ടാൻ കാരണമാവും കേട്ടോ, ഇത് കാണാൻ കൊള്ളാം കേട്ടോ. തിന്നിട്ടില്ല, പക്ഷെ തിന്നിനൊക്കെ മുമ്പ് പറയാ തിന്നാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ആരെ ഇൻഫർമേഷൻ കൊടുത്തേ? എങ്ങനെയാ അവരുടെ മനസ്സിൽ ഇത് തോന്നിയേ?
നിങ്ങളുടെ മനസ്സിൽ പല തെറ്റായ ധാരണകൾക്കും തോന്നലുകൾക്കും കാരണം ആരോ ഒരാൾ പറഞ്ഞ വാക്കുകളാണ്. കണ്ടോ, ഹവ്വയെ പറ്റിക്കുകയാണ് പിശാച്. പിശാച് എങ്ങനെയാ പറ്റിച്ചത്? പാമ്പിലൂടെ സംസാരിച്ചു. നിങ്ങളുടെ അടുക്കൽ വന്ന് പാമ്പ് സംസാരിക്കുന്നില്ലായിരിക്കാം, പിശാച് സംസാരിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ആരോ ഒരു വ്യക്തി സംസാരിച്ചതാണ് നിങ്ങളെ ഇപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളത്. ആദാമ് ഹവ്വയോട് സംസാരിക്കുകയാണ് പിശാച്, പാമ്പിലൂടെയാ സംസാരിച്ചപ്പോ അവൾക്ക് അതുവരെ കണ്ടുകൊണ്ടിരുന്നതല്ല ആ പഴത്തെ കാണുന്നത്. കാണാൻ കൊള്ളാം കേട്ടോ, തിന്നാൻ രുചിയുള്ളതാണ് കേട്ടോ, തിന്നിട്ടില്ല, നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അടുത്ത വാചകം പറയുവാണ്, ജ്ഞാനം കിട്ടാൻ ഇതിൽ വഴിയുണ്ട്. അവൾ കഴിക്കാതെ അവൾ അതിനെ ഗസ്സിയാണ്, അവൾ ഗ്രഹിക്കുകയാണ്, അവൾ ചിന്തിക്കുകയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ആ ഹവ്വയ്ക്കുണ്ടായ വീഴ്ച വേറൊരാളുമായി വർത്തമാനത്തിൽ ഏർപ്പെട്ടതാണ്. വർത്തമാനമാണ് കാരണം, ഡയലോഗ്സിലേക്ക് പോയതാണ് കാരണം, വർത്തമാനമാണ് കാരണം. അവളെ വർത്തമാനം പറയാനിടയായപ്പോൾ ദൈവം ഉദ്ദേശിച്ചിരുന്ന, ദൈവം അവളുടെ ഉള്ളിൽ കൊടുത്തിരുന്ന ചിന്തയിൽ നിന്ന് അവൾ ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ വിധത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞ ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് അവൾ വേറെ വശത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ, ദൈവികമുള്ള ബോധ്യങ്ങളെ മാറ്റുവാൻ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ സൂത്രം വ്യക്തികളിലൂടെ നിങ്ങളോട് സംസാരിക്കുക എന്നതാണ്. നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ പിശാചിന് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തികളോട് നിങ്ങളോട് ആശയം വരണം. ഏത് മേഖലയിലാണ് ആശയം വരുന്നതെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. വിവിധ മേഖലകൾ, 1000 മേഖലകളുണ്ട്. അതിലേക്ക് വന്ന നിങ്ങളുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് ഡൈവേർട്ടഡ് ആകാം. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ആ വാക്കുകൾ എന്നെ സ്വാധീനിക്കുകയും എനിക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും കഴിഞ്ഞു, അനുഗ്രഹത്തിലേക്ക് വരുവാനായി കഴിഞ്ഞു. എന്നാൽ പിശാചിൻ്റെ വാക്കുകൾ പലപ്പോഴും കേട്ടപ്പോൾ അതും എന്നെ സ്വാധീനിക്കാനിടയായി. പിശാച് നേരിട്ട് വന്ന് എൻ്റെ ചെവി പറയണമെന്നില്ല, ഒരുപക്ഷെ മറ്റു പലരിലൂടെയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക. അതും എന്നെ സ്വാധീനിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പലപ്പോഴും അബദ്ധത്തിൽ ചാടുകയും അല്ലെങ്കിൽ നിരാശയിലായി പോവുകയും ശരിയായൊരു തീരുമാനത്തിൽ നിന്ന് പുറത്തു പോവുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തോടൊപ്പം നടക്കുന്ന അല്ലെങ്കിൽ ദൈവവാക്കുകൾ കേൾക്കുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. പിശാചിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യുവാൻ തക്കോണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററെ, ഇരുൾ നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ നിന്ന് യേശു കർത്താവ് തന്നെ വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. സിസ്റ്ററിന്റെ പേര് രേഷ്മ, പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്റർ പറയുന്നത് 2 വർഷത്തോളമായി താൻ ഒരു കൂട്ടുകാരി, തനിക്ക് ഏറെ അടുപ്പമുള്ള ഒരു കൂട്ടുകാരിയുമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. വിദ്യാഭ്യാസ കാര്യത്തിനാണ് ആ കൂട്ടുകാരിയെ കിട്ടിയതെങ്കിലും പക്ഷേ തൻ്റെ ദൈവിക ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ആ കൂട്ടുകാരിൽ നിന്ന് കേൾക്കാനിടയായത്. തൻ്റെ വിശ്വാസത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന പല പ്രവൃത്തികളും അതിൽ നിന്നുണ്ടായി. ഈ സിസ്റ്ററിന് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ഭാരത്തോടെ ഇരുന്നു. ആ സിസ്റ്ററിനെ ഒഴിവാക്കാനും കഴിയുന്നില്ല. ആ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ സൺഡേ മീറ്റുകളിൽ ജോൺ ബ്രദർ ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് പറയുകയുണ്ടായി, നീ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം സിസ്റ്റർ പറയുന്നു, തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെട്ടു. ആ പറഞ്ഞതിനെ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. ആ കൂട്ടുകെട്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞത് എന്നോട് കൂടിയാണെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ തന്നെ പറയുന്നു, തനിക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റി. ആ ബന്ധം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുവരെ അറിയാഞ്ഞത് കൊണ്ടായിരുന്നോ ഒഴിവാക്കാതിരുന്നത്, അതോ പറ്റാഞ്ഞത് കൊണ്ടായിരുന്നോ? എനിക്ക് പേടിയായിരുന്നു ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ. കാരണം ദൈവത്തിന് ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ദൈവകോപം ഉണ്ടാവുന്നൊരു പേടിയുണ്ടായിരുന്നു. പേടിയായിരുന്നു. ദൈവമേ, ഈ കൂട്ടുകെട്ട് എനിക്ക് വേണ്ടാന്ന് പ്രാർത്ഥിക്കാൻ പോലും പേടിയായിരുന്നു. അപ്പോഴാണ് ബ്രദർ പറയുന്നത്, നിന്നെ കൂട്ടുകെട്ട് വിട്ട് മാറണമെന്ന് 2 പേരോട് വിളിച്ച് പറഞ്ഞു. അപ്പൊ എൻ്റെ ലൈഫിൽ നിന്നും അത് പെട്ടെന്നാ പോയത്. ഒരാളെയും കൂടെ കർത്താവ് ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ദൈവാത്മാവ് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ആ വിരൽ ചൂണ്ടുന്ന വ്യക്തിയോട് മാത്രമല്ല,
നമ്മൾക്കും അത് ഏറ്റെടുക്കാവുന്നതാണ്. ഹല്ലേലൂയ. സിസ്റ്റർ കൊടുത്ത വിടുതലിനായി സ്തോത്രം. അതുപോലെ സിസ്റ്റർ പറയുന്നു തനിക്കൊരു സാമ്പത്തികമായൊരു നന്മ ഉണ്ടാക്കിയ കർത്താവിനെ കുറിച്ച്. കാരണം ഈ സിസ്റ്റർ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് തനിക്ക് 12,000 രൂപ സാലറി ആയിരുന്നു. പക്ഷേ ചർച്ചിൽ ദശാംശം കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. സിസ്റ്റർ പറയും താൻ 10 രൂപയാണ് കൊടുത്തിരുന്നത്. പക്ഷേ പിന്നീട് ജോൺ ബ്രദർ ദശാംശത്തെ പറ്റിയും അതിൻ്റെ വ്യക്തതകളെ പറ്റിയും പറഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ ആ വരുമാനത്തിൽ നിന്ന് കറക്റ്റായിട്ട് ദശാംശം കൊടുത്തു. പക്ഷേ സിസ്റ്റർ ആദ്യമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ അവിടെയും തനിക്ക് 12,000 കിട്ടിയത്. പക്ഷേ അതിൽ നിന്ന് കറക്റ്റായിട്ട് ആ മാസത്തെ ദശാംശം കൊടുത്തു. സിസ്റ്റർ പറയുന്നു അടുത്ത മാസം തനിക്കത് 24,000 ശമ്പളം കിട്ടി. പക്ഷേ മാത്രമല്ല 24,000 രൂപ കിട്ടിയ സമയത്ത് സിസ്റ്റർ അതിനനുസരിച്ച് തന്നെ ദശാംശം കൊടുത്തു. അടുത്ത മാസം സിസ്റ്ററിന് 50,000 രൂപ സാലറി കിട്ടിയെന്ന് പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ മീൻ ഏട്ടന് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് 10,000 കിട്ടിയാൽ അതിൽ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അതിൽ 10-1 പറയുന്നത്. എന്നാൽ 1,00,000 കിട്ടുമ്പോൾ നമുക്കതിൻ്റെ 10-1 കൊടുക്കണം, അയ്യോ ഇത്രയും കൊടുക്കണമോ എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കുറച്ചും കൂടെ കിട്ടിയാൽ ഇതെല്ലാം കൂടെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ സിസ്റ്റർ പറയുക 10,000 കിട്ടിയപ്പോഴും 20,000 കിട്ടിയപ്പോഴും 50,000 കിട്ടിയപ്പോഴും ദൈവത്തോട് വിശ്വസ്തയോടെ ആയിരുന്നു. ഐ മീൻ നമ്മുടെ നന്മയെ തടയുവാൻ ഐ മീൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. കർത്താവിനോടൊപ്പം ആയിരുന്നാട്ടെ. പറഞ്ഞു സിസ്റ്റർ, ഈ മോൾക്ക് കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സൗഖ്യം പറയാനാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ ചേച്ചിയുടെ പേര് ദിവ്യ എന്നാണ്, മോളുടെ പേര് അച്ചു. ഈ കുഞ്ഞിന് ലഭിച്ച അത്ഭുത സാക്ഷിയാണ് പറയാനുള്ളത്. ചെന്തിട്ട എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ വരുന്നത്. പനിയെ തുടർന്ന് മോളെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കിപ്പനി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ആ സമയം ചർച്ചിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമതും ചെക്ക് ചെയ്തു, എല്ലാം നോർമലായി എന്നാണ് പറയുന്നത്. സിസ്റ്റർ അത് പറയാവോ? ഡെങ്കിപ്പനി എന്നാണോ ഡോക്ടേഴ്സ് പറഞ്ഞത്? ആണ് പറഞ്ഞത് അങ്ങനെയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. പിന്നീട് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. താങ്ക് യു ജീസസ്. ആമേൻ. ദൈവത്തിൻ്റെ ഓരോ അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നമുക്ക് നന്ദി പറയാം. ആദാം പറയുന്ന അല്ലെങ്കിൽ അവ്വ പറയുന്ന ഒരു കാര്യമുണ്ട്. അവയോട് പിശാച് എന്ന് പറയുകയാണ് ഈ ഫലം നല്ലതാണ്. പിന്നീട് അവ്വ കാണുന്നത് ആ ഫലം നല്ലതായിട്ടാണ്, തിന്നാൻ നല്ലതായിട്ടാണ്, രുചിയുള്ളതായിട്ടാണ്. ഇതേപോലെയാണ് നമ്മളായിരിക്കുന്ന പ്രശ്നങ്ങളും. അത് കർത്താവ് നമ്മളോട് പറയുകയാണ്, നിൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിലാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രശ്നം നമ്മളോട് പറയുന്നത് ഈ പ്രശ്നം നിന്നെ ഇല്ലാതാക്കിക്കളയും, അത് നിന്നെ മുക്കിക്കളയും, നീ തകർന്നു പോകും, നീ അപമാനിക്കപ്പെടും, നീ ഒന്നുമില്ലാതെയാകും. എന്നാൽ ആ വാക്കുകളെ ക്യാൻസൽ ചെയ്തിട്ട് ദൈവജനം എന്താണോ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് പ്രകാശിക്കുവാനിടയാകും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനെ കാണുന്ന ഓരോ കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിൻ്റെ ശബ്ദം അത് മാധുര്യമുള്ളതാ കർത്താവേ, അത് ലാവണ്യമുള്ളതാ യേശുവേ. ആ വാക്കുകൾക്ക് ചിലത് ക്രിയ ചെയ്യുവാനായി കഴിയും, അതിന് ശക്തിയുള്ളതാ. ഇരുട്ടിനെ കീറിമുറിക്കുന്നതാ, സാഹചര്യങ്ങളെ മറികടക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ പ്രയാസങ്ങളിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, നാളുകളായി എന്ന് പറയുന്നവർ, മടുത്തുവെന്ന് പറയുന്നവർ, ദൈവവചനത്തിൽ ധൈര്യപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ കൃപയെ അവിടുന്ന് പകർന്നതിനായി നന്ദി പറയുന്നു അപ്പാ. ദൈവത്തിൻ്റെ ശബ്ദം കൂടുതൽ അവരുടെ ചെവികളിൽ കേൾക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വാക്കുകൾ, വചനം അവരുടെ ചെവികളിൽ കൂടുതൽ കേൾക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളും കർത്താവിനാൽ സ്പർശിക്കപ്പെടട്ടെ. ഓരോ കുടുംബങ്ങളും കർത്താവിനാൽ വിടുവിക്കപ്പെടട്ടെ. ഓരോ കുടുംബങ്ങളും ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ അപ്പാ. പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന വിധത്തിൽ കർത്താവെ ദൈവവചനം കൊണ്ട് നിറയപ്പെടട്ടെ അപ്പാ. നിരാശയുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളിൽ കർത്താവെ അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന എനിക്കൊരു വീട് കാണാം. ആ വീടിൻ്റെ മുൻപിൽ പണ്ട് മുതലേ ഉള്ള ഒരു ചെടിയുണ്ട്, ഒരു വെൽവെറ്റ് പോലത്തെ ഒരു പൂവുള്ള ഒരു ചെടി. ചുമപ്പിനോടും ഒരു പർപ്പിൾ കളറിനോട് ചേർന്നിട്ട് കുറച്ച് ഡാർക്ക് തോന്നുന്ന ഒരു ആ ചെടിയുള്ള ഒരു വീട്ടിൽ ആ വീട്ടിലൊരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുന്നത് കാണാം. തൻ്റെ ഭാവിയുടെ മേൽ പല കാര്യങ്ങളിലും താൻ അനുഭവിക്കുന്ന
ടോർച്ചറിങ് അല്ലെങ്കിൽ വേദനയുടെ അനുഭവങ്ങൾ, നടക്കാതെ പോയ കാര്യങ്ങൾ, ഇതിലെല്ലാം നിരാശയിലായിരിക്കുന്നത്. പോകുന്നത് പോലെ പോട്ടെ എന്ന വിധത്തിലാണ് ലൈഫ് മുൻപോട്ട് പോകുന്നത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി പോലും തൻ്റെ ജീവിതത്തിൽ താണുപോകത്തില്ല. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളിലും അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം അപ്പാ. വ്യക്തികളിൽ അവിടുന്ന് ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വരട്ടെ, നന്മയിൽ നിന്ന് നന്മയിലേക്ക് വരട്ടെ, ദൈവദിനത്തിൽ സന്തോഷിക്കട്ടെ അപ്പാ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അത്ഭുത കരങ്ങൾ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കായി നന്ദി പറയാം. ഗോഡ് ബ്ലെസ് യു.